അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണെന്നുള്ളത് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അതിദരിദ്ര ജനതയെ ടെർമിനേറ്റ് ചെയ്യാൻ, അവരുടെ അംഗസംഖ്യയെ ഇല്ലാതാക്കുവാൻ എന്ത് സമഗ്ര പദ്ധതിയാണെന്നേ നടപ്പിലാക്കുന്നത്? വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഒരു സമൂഹത്തിൽ അതിദരിദ്രർ ഉണ്ടായി വരാം. അപ്പോൾ ഒരു സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതിന് പകരം ചില ഗിമ്മിക്സിലൂടെയാണിത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് കാരണങ്ങളാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായൊരു മാറ്റം ദൃശ്യമാണ്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കേവലമായി ഒരു ജനവിഭാഗത്തിൻ്റെയോ കേരളത്തിൻ്റെയോ കേവലമായ ചില അവകാശങ്ങളുടെ പ്രശ്നം മാത്രമല്ല. കേരള രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായൊരു മാറ്റം വരുന്നുണ്ട്. ദീർഘകാലമായി അധികാരത്തിന് വെളിയിൽ നിൽക്കേണ്ടി വന്ന വിഭാഗങ്ങളെ ദേശീയ തലത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന ഒരു നയം ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമെന്ന നിലക്കായിരിക്കാം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ ദലിതർക്കിടയിലോ ആദിവാസികൾക്കിടയിലോ അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലോ ഒക്കെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ നേതൃത്വത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് CK ജാനുവിനെ ഐക്യജനാധിപത്യ മുന്നണി അവരുടെ ക്ഷണിതാവായി സ്വീകരിക്കുന്നതും ഗീതാനന്ദനെ പോലെ ഗോത്ര മഹാസഭ ഐക്യജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ സ്വതന്ത്രമായി പറയുവാനും ഒരുപക്ഷെ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണെന്നുള്ളൊരു വിശ്വാസം കൊണ്ടുകൂടിയായിരിക്കാം അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെ കേരളത്തിലെ കീഴ്ത്തട്ട് സമൂഹം ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമായ കാരണമുണ്ട്. ഇത് വെറുതെ അവരുടെ അവകാശം നേടാനോ ഈ കോൺഗ്രസ്സിനോടുള്ള പ്രത്യേക പ്രതിപത്തി കൊണ്ടൊന്നും അല്ല. കേരളത്തിലെ സമഗ്രമായ രാഷ്ട്രീയ സാഹചര്യമാണ് അത്തരം തീരുമാനമെടുക്കുവാൻ CK ജാനുവിനെയും ഗീതാനന്ദനെയും എന്നെയും ഒക്കെ പ്രേരിപ്പിക്കുന്നത്.